നമസ്കാരം. ശബരിമല തീർത്ഥാടനം അട്ടിമറിച്ച ഇടതുപക്ഷ സർക്കാർ ആറ്റുകാൽ പൊങ്കാലയും അട്ടിമറിച്ചിരിക്കുകയാണെന്ന് BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ ആരോപിച്ചു. അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞത് മുതൽ ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങളാണ് നഗരസഭയ്ക്കെതിരെ വരുന്നത്. പ്രത്യേകിച്ചും ഈ നഗരസഭ ക്ലീനിങ് പരിപാടികളിൽ, അതായത് ഈ പൊങ്കാല കഴിഞ്ഞ് നഗരം ശുചിയാക്കുന്ന പരിപാടികളിൽ നഗരസഭ പരാജയപ്പെട്ടു എന്ന രീതിയിലാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രചരണം. എന്നാൽ ഇത് തീർത്തും വാസ്തവ വിരുദ്ധമാണ്. കാര്യം ഇവിടുത്തെ ജനങ്ങൾ നേരിട്ട് കണ്ടതാണ് എങ്ങനെയാണ് BJPയുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ നഗരം ശുചിയാക്കിയത്. അതുമാത്രമല്ല, പൊങ്കാല എങ്ങനെയാണ് കുറ്റമറ്റതാക്കി നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടതാണ്. എന്നിട്ടും ഇടതുപക്ഷം വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഇതിന് പിന്നിൽ 45 വർഷത്തെ ഭരണം കൈയാളിയിരുന്ന ഇടതുപക്ഷത്തിൻ്റെ പക്കൽ നിന്നും ഈ ഭരണം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ജാള്യതയാണെന്നാണ് ഇപ്പോൾ കരമന ജയൻ ആരോപിക്കുന്നത്. ഈ ഒരു പൊങ്കാല സമയത്ത് ഇവിടുത്തെ നഗരത്തെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട്, ഇവിടെ വാട്ടർ അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് നഗരത്തിലെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് ഇതിനെ അട്ടിമറിക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം നടത്തിയെന്ന് തന്നെയാണ് കരമന ജയൻ ആരോപിക്കുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 45 വർഷത്തോളം അവരുടെ കയ്യിലിരുന്ന ഭരണം, ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരുന്ന ഭരണം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ജാള്യത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദുഃഖമാണ് ഇത്തരത്തിൽ BJPക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ BJP കഴിഞ്ഞ 12 വർഷമായി രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. ഒരു കോർപ്പറേഷൻ എങ്ങനെ ഭരിക്കണമെന്ന് BJPയെ പഠിപ്പിക്കേണ്ടതില്ല തുടങ്ങിയ കാര്യങ്ങളാണ് കരമന ജയൻ ഇന്ന് വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. എന്തായാലും കരമന ജയൻ്റെ ആ വാർത്താസമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. കഴിഞ്ഞതിന് ശേഷം പൊങ്കാല മാലിന്യവുമായി ബന്ധപ്പെട്ട് CPM തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറെയും കോർപ്പറേഷന്റെ ഭരണ സംവിധാനത്തിനെതിരെ തുടരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ CPMന്റെ ജില്ലാ സെക്രട്ടറി ചുമതലയേറ്റിട്ടുള്ള ആക്ടിംഗ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള റഹീമും അടക്കമുള്ള CPMന്റെ നേതാക്കന്മാർ 45 വർഷക്കാലത്തെ അധികാരം കൈവിട്ടു പോയതിൻ്റെ നിരാശയും വിഷമവും ദുഃഖവും ചേർന്നുള്ള മനോവേദനയിൽ വിളിച്ചു പറയുന്ന പിച്ചും പേയുമായിട്ടാണ് തിരുവനന്തപുരത്തെ പൊതുസമൂഹം ഇതിനെ കാണുന്നത്. പൊങ്കാല മാലിന്യം കഴിഞ്ഞ 20 വർഷക്കാലമായി നിക്ഷേപിക്കുന്നത് ഈഞ്ചക്കല്ലിലും അതോടൊപ്പം തന്നെ ചെറുവയ്ക്കലുമാണ്. ഈ കഴിഞ്ഞ പൊങ്കാലയ്ക്ക് മുമ്പ് മന്ത്രി ശിവൻകുട്ടിയും കളക്ടറും അടക്കമുള്ള ഉന്നതതല യോഗം കൂടിയാണ് ഈ പൊങ്കാല മാലിന്യങ്ങൾ എവിടെ ഡംപ് ചെയ്യണമെന്നും അതിന്റെ കാര്യങ്ങൾ തീരുമാനിച്ചു. പക്ഷേ ഇതിനെ ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷന്റെ ഭരണ സംവിധാനത്തെ എതിർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 മാസമേ ആയിട്ടുള്ളൂ തിരുവനന്തപുരം മേയർ ശ്രീ VV രാജേഷും അതോടൊപ്പം ഈ ഭരണ സംവിധാനം ചുമതലയേറ്റിട്ട്. ഈ കാലമത്രയും 2 മാസം കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു സംഭരണ നടത്തിക്കൊണ്ട് 2 മാസമാണെങ്കിൽ തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങളുടെ പ്രശംസ ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനമാണ് കോർപ്പറേഷനുള്ളത്. ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന CPM ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന വലിയൊരു മഹോത്സവത്തെ അട്ടിമറിക്കുവാനുമുള്ള ഒരു തീരുമാനത്തിന്റെ ഫലമാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണ സംവിധാനത്തെ ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ജല അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട്, ജലമന്ത്രിയുമായി ചേർന്നതുകൊണ്ട് അവരെ ആയുധമാക്കിക്കൊണ്ട് കുടിവെള്ളത്തിന് പോലും ക്ഷാമമുണ്ടാക്കി, മനഃപൂർവ്വ ക്ഷാമമുണ്ടാക്കി ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിച്ചും തെരുവിലിറക്കിയും ഭക്തജനങ്ങളെ, അതും തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിലും പുറത്തും വന്നിട്ടുള്ള, അന്യ സംസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള ഭക്തരെയും കുട്ടികളെയും വലച്ചുകൊണ്ട് ഇവിടെ ജലമന്ത്രിയും CPM സംസ്ഥാന സർക്കാരും പെരുമാറി. ഇത് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചതാണ്.
ഇത് ആറ്റുകാൽ പൊങ്കാലയെ അട്ടിമറിക്കുവാൻ വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ ഫലമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ഇന്നലെ CPM ഒരു ശുചീകരണ പ്രവർത്തനം എന്നുള്ള ഒരു പരിപാടി വെച്ചിരുന്നു. അത് മാറ്റി ഇന്നത്തേക്ക് മാറ്റി എന്ന് പറയുന്നു. ഇന്നലെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ പറ്റിയ സ്ഥലങ്ങളില്ല. ഞായറാഴ്ച പ്രത്യേകിച്ചും ശുചീകരണം നടക്കാറില്ല. ഈ ശുചീകരണ തൊഴിലാളികൾ ലീവിലാണ്. അപ്പൊ ഇന്ന് ഏതെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോയി ശുചീകരണം നടത്തി ഇത് പൊങ്കാലയിൽ ഉണ്ടായിട്ടുള്ള മാലിന്യമാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമവും CPMന്റെ നാടകം ഒളിഞ്ഞിരിക്കുകയാണ്. അധികാരം നഷ്ടപ്പെട്ടതിന് ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. മാധ്യമ സുഹൃത്തുക്കൾ പോലും നിങ്ങൾ പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് അവരുടെ വിഷമം. 45 വർഷക്കാലം കൊണ്ട് ഇവർക്കിവിടെ ഈ തിരുവനന്തപുരം ഈ നഗരത്തിന്റെ മാലിന്യ സംസ്കരണത്തിന് ഒരു പദ്ധതി പോലും ആവിഷ്കരിക്കാൻ കഴിയാത്തവരാണ് 2 മാസത്തെ ഇപ്പോഴത്തെ കോർപ്പറേഷൻ ഭരണ സംവിധാനത്തെ എതിർക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ പാർക്കിംഗ് മാഫിയ അടക്കം, വഴിയോര കച്ചവട മാഫിയ അടക്കമുള്ള എല്ലാ സംവിധാനത്തിനെയും ശുദ്ധീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. CPM വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. CPM അതിനെ വിമർശിച്ചിട്ട് കാര്യമില്ല. ഈ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്ന ഈ മഹാനഗരം, ഈ മണ്ണിനെ നശിപ്പിക്കാൻ കൂട്ടുനിന്നവർക്ക് ഒരു സ്ഥാനവും ഈ തിരുവനന്തപുരം നഗരത്തിൽ കാണില്ല എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. ഇത് ജനങ്ങൾ നൽകിയ വിധിയാണ്, ജനങ്ങൾ നൽകിയ ജനവിധിയാണ്. 45 വർഷത്തെ കിരാത ഭരണത്തിന് CPMന് കൊടുത്ത തിരിച്ചടി അത് ജനങ്ങൾ കൊടുത്തതാണ്. പിന്നെ CPMന്റെ ജില്ലാ സെക്രട്ടറി റഹീം ഇന്നലെ പറഞ്ഞു BJP ഭരണം കിട്ടിയതിന്റെ ആലസ്യത്തിൽ നടക്കുകയാണെന്ന്. റഹീമിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് 12 വർഷമായി. അധികാരത്തിന്റെ ആലസ്യമൊന്നും ഞങ്ങളിലില്ല. ഞങ്ങൾ 12 വർഷം കൊണ്ട് ഈ കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പോൾ കോർപ്പറേഷൻ ഭരണം കിട്ടിയതിന്റെ ആലസ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ആഹ്ലാദമുണ്ട്, സന്തോഷമുണ്ട്. ജനങ്ങളെ CPMന്റെ ഈ കിരാത വാഴ്ചയ്ക്കെതിരെ, ഈ വാഴ്ചയിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ആഹ്ലാദമുണ്ട്. പക്ഷെ അത് ആലസ്യമായി കാണണ്ട. വളരെ ആത്മാർത്ഥമായിട്ടും വളരെ സൂക്ഷിച്ചും വളരെ സൂക്ഷ്മതയോടുകൂടിയും വളരെ ജാഗ്രതാപരമായിട്ടുമാണ് തിരുവനന്തപുരത്തെ മേയറും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ള ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് റഹീമിന്റെ മനസ്സിൽ വെച്ചാൽ മതി, ഈ ആലസ്യം എന്നൊക്കെ പറഞ്ഞ് പൊതുജനങ്ങളെ വീണ്ടും പറ്റിക്കാമെന്ന് നിങ്ങൾ ശ്രമിക്കേണ്ട. ഇത് നിങ്ങളുടെ മന്ത്രിയും കളക്ടറും അടക്കമുള്ള യോഗത്തിലെടുത്ത തീരുമാനമാണ്. ഈഞ്ചയ്ക്കലിലും ചെറുവയ്ക്കലും ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനും അതോടൊപ്പം അത് മാറ്റാനും ഉള്ള സംവിധാനം ഇപ്പോൾ കൃത്യമായിട്ടും ഈ ചരിത്രത്തിൽ കൃത്യമായിട്ടും പൊങ്കാല കഴിഞ്ഞിട്ട് നഗരം ശുചീകരിച്ചു എന്നുള്ള കാര്യത്തില് തിരുവനന്തപുരത്തെ പൊതുസമൂഹം അംഗീകരിക്കുന്ന കാര്യമാണ്. സാമൂഹിക മാധ്യമങ്ങളിലടക്കം പൊതുജനങ്ങളുടെ സംസാരങ്ങളിലടക്കം സാധാരണ ജനങ്ങളും പറയുന്ന ഒരു കാര്യമാണ്. ഇത്രയും വേഗം ശുചീകരിക്കാൻ തിരുവനന്തപുരത്തെ കോർപ്പറേഷന് ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് പൊതുജനങ്ങൾ അംഗീകരിക്കുമ്പോൾ ഇപ്പോൾ CPMന്റെ ഈ ഭരണം നഷ്ടപ്പെട്ട് ഇവരിറങ്ങി അങ്ങ് മാലിന്യങ്ങൾ എവിടെയെങ്കിലും കൂട്ടിക്കിടന്നാൽ അവിടെ പോയി നിന്ന് പത്രസമ്മേളനം വിളിച്ച് മാധ്യമങ്ങളെ വിളിച്ച് പറയുക എന്തോ ഇപ്പൊ CPMന്റെ ജില്ലാ സെക്രട്ടറിക്ക് കിട്ടിയ പുതിയൊരു ഈ താൽക്കാലികമായ കിട്ടിയ ഒരു ജില്ലാ സെക്രട്ടറി അദ്ദേഹം ഇങ്ങനെ മതിമറന്ന് പറയാൻ തുടങ്ങിയാൽ ഇതിന് ഉത്തരവുമായി എപ്പോഴും നിങ്ങളെ പുറകെ നടക്കാൻ BJPക്ക് ആവില്ല. അതുകൊണ്ടൊരു നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ഇനി എത്ര ഇവിടെ കിടന്ന് പിച്ചും പേയും പറഞ്ഞാലും നിങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടതിന്റെ നിരാശയാണ് എന്നുള്ളത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അറിയാവുന്ന സത്യമാണ്.